യു ഡി എഫിൻ്റെ സീറ്റ് വിഭജനം കഴിഞ്ഞ ദിവസം പൂർത്തിയായി. ഞങ്ങൾ വേറെ ചില വിസ്മയങ്ങളൊക്കെ ചില മണ്ഡലത്തിലുള്ളതുകൊണ്ടാണ് അത് ഡിലേ ചെയ്യിപ്പിച്ചത്. അപ്പോൾ അതനുസരിച്ച് 95 സീറ്റുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മത്സരിക്കും, 27 സീറ്റുകളിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മത്സരിക്കും, 8 സീറ്റുകളിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിക്കും. അവർ ഇടുക്കി ഏറ്റുമാനൂർ സീറ്റുകൾ ഒരു പ്രാവശ്യത്തേക്ക് കോൺഗ്രസ്സിന് വിട്ടു തന്നിട്ടുണ്ട്. മാത്രമല്ല തൃക്കരിപ്പൂർ അവർ മത്സരിച്ച തൃക്കരിപ്പൂർ സീറ്റ് കോൺഗ്രസ്സിന് വിട്ടു തരികയും പകരം ഞങ്ങൾ അവർക്ക് കാസർഗോഡ് ജില്ലയിലെ തന്നെ കാഞ്ഞങ്ങാട് അവർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. RSP 5 സീറ്റുകളിലാണ് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത്. ആ 5 സീറ്റുകളിലും ഇപ്രാവശ്യം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ 5ാമത്തെ സീറ്റായ മട്ടന്നൂർ അവർ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച മട്ടന്നൂർ കോൺഗ്രസ്സിന് വിട്ടു തന്നിട്ടുണ്ട്. അതിന് പകരം അവർക്ക് കൊടുത്തത് പയ്യന്നൂരാണ്. പക്ഷെ പയ്യന്നൂർ ഈ പ്രത്യേക സാഹചര്യത്തിൽ RSP സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാതെ സ്വതന്ത്രനായി മത്സരിക്കുന്ന C. കുഞ്ഞകൃഷ്ണന് പിന്തുണ കൊടുക്കാൻ വേണ്ടിയിട്ട് RSPയും UDFും തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിലെ C. അനൂപ് ജേക്കബിന് പിറവവും, CMBക്ക് തിരുവനന്തപുരവും, KDP C. മാണി C. കാപ്പൻ മത്സരിച്ച് ജയിച്ച പാല അവർക്കും വിട്ടുകൊടുക്കാൻ തീരുമാനമായിട്ടുണ്ട്. RMPക്ക് വടകരയും, തൃണമൂൽ കോൺഗ്രസ്സിന് C. PV അൻവർ ബേപ്പൂരിൽ മത്സരിക്കും. UDFിൻ്റെ സ്ഥാനാർത്ഥിയായി PV അൻവർ ബേപ്പൂരിൽ മത്സരിക്കും. അങ്ങനെ 140 സീറ്റുകളുമാണ് ഇത് ചെയ്തിരിക്കുന്നത്. കോൺഗ്രസ്സിന് കിട്ടിയ 95 സീറ്റുകളിൽ ഉള്ള സ്ഥാനാർത്ഥികളെ നമ്മൾ തീരുമാനിക്കും. സ്വതന്ത്രരെ പിന്താങ്ങേണ്ട മണ്ഡലം ഏതെല്ലാമാണെന്ന് കോൺഗ്രസ് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയുടെ അനുവാദത്തോടു കൂടി ഇന്ന് തീരുമാനമെടുക്കും. 40 പെൻഡിംഗ് ഉണ്ട്. 55 സീറ്റുകൾ എന്ന് പ്രഖ്യാപിച്ചു. 95-40 സീറ്റുകൾ ഇനി പെൻഡിംഗ് അല്ല, അത് എന്നത്തേക്കാണ്? അല്ല, അത് ഇന്ന് തന്നെയാവും. ഇന്ന് തന്നെ എല്ലാം പൂർത്തിയാവും. അതെ 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 ഇന്ന് കൂടുതൽ 3. ഇതിൽ ഇപ്പോഴും K. സുധാകരന്റെ കാര്യത്തിലാണ് ഈ തർക്കം എന്നുള്ള നിലയിലാണ്. അല്ല, നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ തൊട്ട് വാർത്ത കൊടുത്തുകൊണ്ടിരിക്കില്ല. നിങ്ങൾ തന്നെ അതിൻ്റെ പരിഹാരം ചെയ്യും. നിങ്ങൾ ചെയ്ത് ഞങ്ങൾ എന്താ പറയണം? ഞങ്ങൾ എത്ര പ്രാവശ്യം നിങ്ങളോട് എല്ലാ ദിവസവും പറയും. നിങ്ങൾ എല്ലാ ദിവസവും ഞങ്ങളോട് എന്തിട്ട് ചോദിക്കണം? അത് MP-മാർ മത്സരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് സംസ്ഥാന നേതൃത്വമല്ല. എല്ലാ ദിവസവും നിങ്ങൾ ചോദിക്കുന്നത് എത്ര പ്രാവശ്യം? അല്ല, കേക്ക്, അത് കേന്ദ്ര നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. കേന്ദ്ര നേതൃത്വം അത് തീരുമാനിച്ച് ഞങ്ങളെ അറിയിക്കും. അപ്പോൾ നിങ്ങളോട് പറയാം. അല്ലല്ല, അതൊക്കെ കേന്ദ്ര നേതൃത്വം എടുക്കേണ്ട തീരുമാനം. അത് അവരാ എടുക്കേണ്ടത്. ഞങ്ങൾ പറഞ്ഞല്ലോ, ഇതിൻ്റെ കാര്യം പറഞ്ഞല്ലോ. UDFന് എന്താണ് കണ്ണൂരിലെ കാര്യം? ഇത് MP-മാർ മത്സരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞങ്ങളല്ലല്ലോ. നിങ്ങൾക്കിതെല്ലാം അറിയാവുന്ന ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകരല്ലേ നിങ്ങളിതെല്ലാം അറിഞ്ഞുകൊണ്ട് അല്ലേ? ഞാൻ അല്ല അങ്ങനെ ചോദിക്കല്ലേ? VD സതീശനാണോ MP-മാർ മത്സരിക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്? ആണോ? KPCC പ്രസിഡന്റാണോ തീരുമാനിക്കുന്നത്? MP-മാർ ഉന്നതരായ നേതാക്കളാണ്. അവർ ജനങ്ങൾ തിരഞ്ഞെടുത്ത് പാർലമെൻറ്റിൽ വന്നിരിക്കുന്ന ആളുകളാണ്. അവരെ അസംബ്ലിയിലേക്ക് മത്സരിപ്പിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ദേശീയ നേതൃത്വം. നിങ്ങൾ ദയവ് ചെയ്ത് ഒരു ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയാൻ ഞാൻ അല്ല, നിങ്ങൾ എനിക്ക് ഒരു ചോദ്യവും അതിന് ഉത്തരം പറയാൻ പ്രാപ്തനായ ആളല്ല ഞാൻ അതിന് മറുപടി പറയേണ്ട ആളല്ല. ദയവ് ചെയ്ത് ആ ചോദ്യം നിങ്ങൾ ചോദിക്കരുത്. ഞാൻ അതിന് പ്രാപ്തനായ ആളല്ല. ഞാനല്ല മറുപടി പറയേണ്ടത്. നിങ്ങൾ എന്തിനാണ്? നിങ്ങൾക്ക് ഇതെല്ലാം അറിയാലോ. നീ വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ. ഉറപ്പായിട്ടുണ്ടാവില്ലേ? മുഴുവൻ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കണ്ടേ? ഞങ്ങൾക്ക് തിരിച്ചു പോകണ്ടേ? ഞങ്ങളൊക്കെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളല്ലേ. മാത്രമല്ല അവിടുത്തെ പ്രചരണ കാര്യങ്ങളെല്ലാം നടത്തണ്ടേ? ഞങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നേരത്തെ തുടങ്ങിയതാണ്. നല്ല രീതിയിൽ UDF വലിയ ആത്മവിശ്വാസത്തോടെ പോകുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കഴിഞ്ഞ ഒരു ദിവസം വൈകിയപ്പോൾ എന്തുകൊണ്ടാണ് വൈകിയതെന്ന് വ്യക്തിപരമായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങളുടെ ഇടയിലുള്ള തർക്കം കൊണ്ടല്ല വൈകിയതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഡൽഹിയിലെ എല്ലാ മാധ്യമപ്രവർത്തകർക്കും അറിയാം. എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് ഒരു ദിവസം വൈകിയെന്ന്. ഒരു ദിവസം 24 മണിക്കൂറിനകം അനൗൺസ് ചെയ്യപ്പെടേണ്ട സ്ഥാനാർത്ഥി ലിസ്റ്റ് ഒരു ദിവസം കൂടി വൈകാനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കെല്ലാം ഒരു തർക്കമല്ല. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എത്ര പേര് കോൺഗ്രസിൽ തർക്കം അതുകൊണ്ട് സ്ഥാനാർത്ഥി ലിസ്റ്റ് വൈകുന്നു എന്നല്ലേ നിങ്ങളെല്ലാം പറഞ്ഞത്? നിങ്ങളെല്ലാവരും അല്ല, കുറേ പേരെങ്കിലും അത് പറഞ്ഞത്. നിങ്ങൾക്കെല്ലാം അറിഞ്ഞുകൊണ്ട് ഈ കോൺഗ്രസ്, നിങ്ങൾക്ക് ഏറ്റവും വലിയ കലാപം നടക്കുന്നത് എവിടെയാണ്? ഒരു കാലത്തും നടക്കാത്ത കലാപം
CPM നടക്കുകയാണ്. നിങ്ങൾ എന്നിട്ട് മൈക്രോസ്കോപ്പിക് ലെൻസുമായിട്ട് നിങ്ങളിൽ കുറച്ച് പേര് കോൺഗ്രസിന് എതിയാണ്. രാവിലെ തൊട്ട് തുടങ്ങും ഓരോ കാര്യം, ഇല്ലാത്ത കാര്യങ്ങൾ ആകാശത്ത് പടച്ചുണ്ടാക്കി 2-3 ചാനലുകൾ. കൈരളി നമുക്ക് മനസ്സിലാക്കുക CPMൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ചാനലാണ്, അവർക്ക് അതേ പറ്റുള്ളൂ. അവർ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക. അതുപോലെ നിങ്ങളാകല്ലേ എല്ലാവരും അങ്ങനെ ആകല്ലേ. നിങ്ങൾ കേരളത്തിൽ നടക്കുന്ന കലാപസമാനമായ അന്തരീക്ഷം ഏത് പാർട്ടിയിലാണ് നടക്കുന്നത്? ഏത് പാർട്ടിയില്ല. ഇനി കോൺഗ്രസിൻ്റെ കാര്യം നിങ്ങളെടുത്തോ. നിങ്ങളുടെ മുതിർന്ന ആളുകളോട് നിങ്ങൾ ചോദിക്കുക, അതിൽ മുതിർന്ന ആളുകളിലൂടെ നിൽക്കുന്നുണ്ട്. എല്ലാ പ്രാവശ്യവും കോൺഗ്രസിൻ്റെ സീറ്റ് വിഭജനം നടക്കുന്നതിനേക്കാൾ നിങ്ങൾ നോക്കിക്കോ, 2001, 2006, 11, 16, 21 അതിനേക്കാൾ എത്ര സ്മൂത്തായിട്ടാണ് നടക്കുന്നത്. സമ്മതിച്ചോ? അങ്ങൊരു സീനിയർ മാധ്യമ പ്രവർത്തനമല്ലേ, ഇതൊക്കെ കണ്ടിട്ടുള്ള ആളല്ലേ. ചോദിച്ചു ഇവരോടൊന്നും പറഞ്ഞു കൊടുക്കുക, പുതിയതായി വന്നവരോടൊക്കെ 11 കൊല്ലമൊക്കെ ആയിട്ട് ഇവിടെ നിൽക്കുന്നവരൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് എത്ര സ്മൂത്തായിട്ടാണ്. നിങ്ങളുടെ എന്തായിരുന്നു പണ്ട് ഇവിടത്തേക്ക് ആൾക്കൂട്ടം എന്ന് പറയുന്നത്? എന്തായിരുന്നു ആൾക്കൂട്ടം? ഇങ്ങോട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റുമായിരുന്നോ? എത്ര സ്മൂത്തായിട്ട് എത്ര ഭംഗിയായിട്ടുമാണ് നടക്കുന്നത്. പിന്നെ ജനാധിപത്യ പാർട്ടിയല്ലേ,